ഈഴക്കോട് സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ് ഇന്ന് നമ്മളിവിടെ സത്യാന്വേഷണ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളോടൊപ്പം ആഘോഷിക്കുന്നത്. കുഞ്ഞുമക്കളൊക്കെ തന്നെ അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി ശ്രീ എം വി ശ്രീധരൻ അവർക്ക് നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 79ാമത്തെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് LPS ഈഴക്കോട് സ്കൂളിൽ നിന്നും നിങ്ങളെ കാണുവാനും കുഞ്ഞുമക്കൾക്ക് അവരുടെ കഴിവുകൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരം തന്നതിന് ആദ്യമേ തന്നെ ഞാൻ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വളരെയേറെ നന്ദി പറയുന്നു. നമ്മുടെ ചിന്തയിൽ എന്ന കുഴപ്പമുണ്ട്, ആ ചിന്ത രൂപം കൊടുക്കുന്ന മൂല്യബോധത്തിൻ്റെ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നും ആ പാളിച്ചകൾ തിരുത്തുന്നതിന് വേണ്ടുന്ന സാംസ്കാരിക സമ്പന്നത ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും ഒരു പുതുമയുടെ ചർച്ചയും ചിന്തയും വൈജ്ഞാനികവും വൈകാരികവുമായ മേഖലകളിലെ വളർച്ചയും ഉണ്ടാക്കാൻ നല്ല എവിടെയും പരിശ്രമം ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ നമ്മുടെ സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വന്ന് വിദ്യാർത്ഥികളുമായി കുറച്ചു നേരം അമ്മമാർക്ക് ഉല്ലാസം പങ്കിടുവാൻ കാണിച്ച നല്ല മനസ്സിന് ആദ്യമേ തന്നെ സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സംഘടന നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, രക്ഷാധികാരി, ഇവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി, സെക്രട്ടറി, നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ദിലീപ്, എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന പ്രിയ അധ്യാപകർ, നമ്മുടെ PTA ഭാരവാഹികൾ, പിന്നെ ഇവിടെ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഈ സന്തോഷം ഈ മുഖത്ത് എപ്പോഴും കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ കർത്തവ്യം കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ്. ആദ്യമായി കൃതജ്ഞത അർപ്പിക്കേണ്ടത് നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ ദിലീപിനാണ്. ദിലീപിന് എൻ്റെയും നമ്മുടെ സ്കൂളിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. കുഞ്ഞുമക്കള് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു ഡാൻസ് ആണ്. तेरी धूल से बढ़ के, तेरी धूप से रोशन, तेरी हवा पे जिंदा, तू बाग है मेरा, मैं तेरा परिंदा. My name is Amaya. Today is August 15. We are celebrating Independence Day. It is our national festival. On this day in 1947 we got freedom from British rule. എൻ്റെ പേര് അവന്തിക. ഞാൻ 4 ബിയിൽ പഠിക്കുന്നു.
അന്നേരം നാരായണൻ കടങ്കഥ അവതരിപ്പിക്കും. ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജീവി, ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാത്ത ജീവി. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്? ഏത് സമയം? എത്ര മണി? 12 മണിക്കാണ് പോയത്. എല്ലാവരും ഒന്നാണ്. കാശ്മീരിൽ കുങ്കുമപ്പൂവനങ്ങൾ കാറ്റിൽ പരത്തുന്നതെന്താണ്? നമ്മുടെ ഭാരതം ഒന്നാണ്, അതിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഒരു ചെറുകഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു കുട്ടി ഗാന്ധിജിയോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഷർട്ട് ഇടാത്തത്? ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് അങ്ങേക്ക് ഷർട്ട് തുന്നി തരട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, അങ്ങയുടെ വീട്ടിൽ എത്ര പേരാണുള്ളത്? ഈ ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ വീട്ടിലുള്ളവരാണ്, അവർക്കും ഷർട്ട് തുന്നി തരാൻ പറഞ്ഞു. ഈ ഇന്ത്യയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരിൽ ഒരാളായി നടക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ മനസ്സിലായില്ലേ ഗാന്ധിജിക്ക് നമ്മോട് എത്രമാത്രമാണ് ഇഷ്ടമെന്ന്. സുഗതൻ അപ്പൂപ്പൻ ഒരു പാട്ട് പാടുന്നതാണ് കേട്ടോ. എല്ലാരും ഒന്ന് കൈയടിക്കോ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ കൂടെ വീടേ, കൂട്ടിനിണയല്ലേ കൊഞ്ചുമൊഴിയല്ലേ കൂടെ കൂടെ വരൂ. എന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിന് ചോറും देश हमारा जान से प्यारा प्यार हमारा आजादी 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 ഓർമ്മകൾ മരിക്കുമോ ഓർമ്മകൾ നിലയ്ക്കുമോ പൂന്തേനരുവേ വൻമുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ താളം വതൻ മേരെ ആബാദ് രഹേ തൂ വതൻ മേരെ ആബാദ് രഹേ തൂ मैं जहाँ रहूँ जहाँ में याद रहे तू मैं जहाँ रहूँ जहाँ में याद रहे तू ऐ वतन मेरे वतन ऐ वतन मेरे वतन നിന്റെ വേളിത്ര ചുമന്നിട്ടില്ല പൊട്ടുകുത്താനറിയില്ല കണ്ണെഴുതാനറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പവടക്കാരി ഒരു തൊട്ടവാടി കരളുള്ള പവടക്കാരി ക്ഷമമുള്ളതിലൊന്നോ രണ്ടോ മുടലതിരമ്യമൊരുത്തനു കാൽക്കൊരു മുടമുണ്ടവനു നടക്കും നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റ കണ്ണനതായൊരു ദോഷം ചേർച്ചകൾ പലരുണ്ടൊരുവനു പിന്നിൽ കക്ക കണ്ണുണ്ടെന്നൊരു ദോഷം തക്കം പലരും കണ്ടവരൊരുവനു ഭക്തത്തില്ല ശരീരം കണ്ടാൽ സ്കൂളിൽ നല്ല രീതിയിൽ ഗാന്ധി ദർശൻ ക്ലബ്ബ് ഓരോ മാസം ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിന് ആവശ്യമായ സോപ്പ്, ലോഷൻ, ഹാൻഡ് വാഷ് എല്ലാം സ്കൂളിൽ തയ്യാറാക്കിയാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല. ഇത് ഇവിടുത്തെ ആവശ്യത്തിനുള്ള
ലോഷനാണ് തയ്യാറാക്കുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ആ പിന്നെന്ത്